അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ 24ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പുകളും തറാവീഹ് അടക്കമുള്ള സർവ്വ സുകൃതങ്ങളും അവനിഷ്ടപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. എല്ലാവരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ ചുരുങ്ങി വരുന്നു, ദാരിദ്ര്യത്തിൽ അമരുന്നു എന്നുള്ള ഒരു ഭയപ്പാടിലാണ് ലോകമെമ്പാടും. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട പല ആളുകളും നാം ഒന്ന് നമുക്കൊന്ന് എന്ന രീതിയിലേക്ക് മാറി ചിന്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞ സ്ത്രീകളെ പറഞ്ഞെടുത്ത് കാണാം. തസവ്വജു അൽ വലൂദ അൽ വദൂദ, ധാരാളം പ്രസവിക്കുകയും നല്ല സ്നേഹം നൽകുകയും ചെയ്യുന്നതാകുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി കാണാം. കാരണം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന സൃഷ്ടികളെ സൃഷ്ടിക്കപ്പെടുകയാണ് നിങ്ങൾ വിവാഹം ചെയ്യുന്നതിലൂടെ, അതിലൂടെ ഈ ലോകത്ത് കുട്ടികളെ സംവിധാനിക്കുന്നതിലൂടെ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടം നമ്മളോടുണ്ടാകുന്നു. മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം നാളെ അള്ളാഹുവിൻ്റെ ഹളറത്തിലെത്തുമ്പോൾ മറ്റു പ്രവാചകന്മാർ അതത് സമുദായക്കാരുമായി അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് കടന്നു വരുമ്പോൾ മുത്തുനബിയുടെ സമുദായം മറ്റുള്ള സമുദായക്കാരെക്കാൾ കൂടുതലുള്ളതായി കാണുന്നതിനെ പ്രവാചകൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾ അധികരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനും വലിയ പ്രിയമുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്? ഇന്ന് സമൂഹത്തിൽ ഭ്രൂണഹത്യ വല്ലാതെ കൂടി വരികയാണ്. മുസ്ലിം സമുദായത്തിലെ പല സഹോദരങ്ങളും സഹോദരിമാരും അത്തരത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് ഭ്രൂണഹത്യയാണ് ഇന്ന് ധാരാളമുള്ളത്. പെൺകുട്ടികളാണ് ജനിക്കുന്നത് എന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭ്രൂണങ്ങളെ പരിപൂർണമായി നശിപ്പിക്കുവാൻ, അതിന് ഗുളിക കഴിച്ചോ മറ്റ് വിധേനയോ ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദോഷകരമാണ്, വലിയ പാപകരമാണ് എന്ന് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആം 151-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വ ഇയ്യാഹും. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. പരിശുദ്ധമായ ഖുർആനിന്റെ അതിശക്തമായ താക്കീതാണ്. നഹ്നു നർസുഖുകും, നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് നാമാണ്, വയ്യാഹും, ആ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നതും നാമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺമക്കൾ അധികരിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തൊരു സൂക്തമാണ് സൂറത്തുൽ വാഖിയ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പെൺമക്കൾക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയും ദാരിദ്ര്യം പരിപൂർണമായി നിർമാർജനം ചെയ്യപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും തൻ്റെ മക്കളും അത് പതിവാക്കി വരികയും ചെയ്തു വരുന്നു. മുത്തുനബി ഈ ലോകത്തുനിന്ന് വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഭൃത്യനെ കയ്യിൽ സ്വർണത്തിന്റെ കിഴിയുമായി പറഞ്ഞയക്കുകയാണ്. അത് തിരസ്കരിച്ച ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതെൻ്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് പഠിപ്പിക്കുകയും അവർ ഓതുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്നുള്ളതാണ്. ശേഷം വന്ന ഖലീഫമാർ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതേപോലെ ഭൃത്യന്മാരെ കയ്യിൽ സ്വർണത്തിന്റെ കിഴി കൊടുത്തുകൊണ്ട് പറഞ്ഞുവിട്ട സംഭവം ചരിത്രത്തിൽ വലിയ പ്രാധാന്യം നേടിയ സംഭവമാണ്. അപ്പോഴൊക്കെ ആ സ്വർണത്തിന്റെ കിഴിയെ നിരാകരിക്കുകയും വേണ്ട എന്ന് പറയുകയും പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരികയും ആ ഖുർആൻ മുഖേന ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ജീവിതം മുഴുവനും ഖുർആനിലേക്ക് തിരിക്കുകയും സൂറത്തുൽ വാഖിയ നിത്യമായി സൂറത്തുൽ വാഖിയ നിത്യമായി താനും തൻ്റെ പ്രിയപ്പെട്ട മക്കളും ഓതുന്നുണ്ട് എന്ന് പറയുകയും അതിന്മേൽ ആസ്വദിച്ചുകൊണ്ട് ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്തു. മേലിൽ അത്തരത്തിലുള്ളതാകുന്ന ഭ്രൂണഹത്യക്കോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെയോ ഭയന്നുകൊണ്ട് നമ്മൾ ആരും അതിന് തുനിയരുതെന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല,
വിശുദ്ധ ഖുർആനിൽ ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരമുണ്ട് എന്നുള്ള കാര്യം നാം ഏവരും ഓർക്കുക. നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആനുണ്ട്. ആ ഖുർആനിലെ ഏറ്റവും നല്ല സൂക്തമാണ് സൂറത്തുൽ വാഖിയ. പ്രവാചകൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഠിപ്പിച്ച ആ സൂക്തം നാം ഏവരും പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നമുക്ക് വിശാലമാക്കുമാറാവട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമ്മെ ഏവരെയും അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.